നമസ്കാരം പ്രിയമുള്ള ആത്മമിത്രങ്ങളെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോകം മുഴുവനും ഭക്തിസാന്ദ്രമായൊരു അവസ്ഥയിലാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെ പേരിൽ നടത്തുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിചിത്രമാണ്. എല്ലാറ്റിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ ദൈവികതയുടെ പരിവേഷം നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യം എവിടെയോ മറഞ്ഞിരിക്കുകയും ഈ പൊള്ളയായ ഭക്തിപ്രകടനത്തിൽ നമ്മുടെ ഈ സമൂഹം വളരെയധികം ആഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞ ഭക്തിക്കുള്ളൊരു നിർവചനമുണ്ട്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരീത്യഭിധീയതേ. സ്വന്തം സ്വരൂപമാകുന്ന ആത്മസ്വരൂപത്തെ സദാ ധ്യാനിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കലാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമെന്നാണ്. പിന്നെ ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതും പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട്. ഒരു ഭക്തൻ എപ്പോഴും സർവചരാചരങ്ങളോടും കാരുണ്യമുള്ളവനായിരിക്കണം. യാതൊരുവിധ വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്താത്തവനായിരിക്കണം. സ്വന്തം കാര്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. മറ്റുള്ളവർക്ക് സുഖമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ സമർപ്പിച്ചവന് പിന്നെ അവന് സ്വന്തമായിട്ട് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. എല്ലാവരും, എറുമ്പ് മുതൽ ആന മുതൽ കോടീശ്വരൻ മുതൽ ഭിക്ഷക്കാരൻ വരെ ദൈവികതയുടെ കരങ്ങളിൽ നിത്യജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയവരുണ്ട്, ചെറിയവരുണ്ട്, ബുദ്ധി മാധ്യമമുള്ളവരുണ്ട്, ബുദ്ധി രാക്ഷസന്മാരുണ്ട്, സമൂഹത്തിനെ അപകടകരമായ രീതിയിൽ കൊണ്ടുപോകുന്ന ബുദ്ധി രാക്ഷസന്മാരുണ്ട്, ടെററിസ്റ്റുകളുണ്ട്, ഭീകരവാദികളുണ്ട്. ഇങ്ങനെ പലതും നമ്മുടെ സമൂഹത്തിൽ കാണാം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സർവചരാചരങ്ങളോടും തോന്നുന്ന നിർവാജ്യമായ സ്നേഹം എന്നാണ് നമ്മുടെ ഈ ഭക്തിക്കുള്ള നിർവചനം. എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുള്ളൊരു മനസ്സുണ്ടാകുമ്പോൾ മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യുകിൽ മനുജൻ മറ്റൊരു വേല ചെയ്തിടേണ്ട ശ്രീ നാരായണ ഗുരുദേവൻ പാടിപ്പോയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ എപ്പോഴും നിർമ്മലമാക്കുകയും അതിൽ സഹജീവികളോട് കാരുണ്യം നിറയ്ക്കുകയും ചെയ്യുമ്പോൾ ദേവാലയം, ഗാത്രക്ഷേത്രം, നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷേത്രമായി മാറുകയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂജയായി മാറുകയും ചെയ്യുന്നു. ഇവിടെ സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ എത്രയോ പേർ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ, കിടക്കാൻ ഇടപ്പാടമില്ലാതെ തെരുവിൽ യാചകരായി കഴിയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം കഴിക്കാൻ പോയാൽ ആ പാൽപ്പായസം അവിടെയുള്ള ദൈവം സ്വീകരിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു പോയതാണ്. നമ്മൾ മാധവ സേവ ഈസ് മാനവ സേവ. മനുഷ്യവർഗത്തിനോട് കാരുണ്യം കാണിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ബാക്കി സമയം നിങ്ങൾ സന്തോഷമായി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ നിരന്തരമായ പരിശീലനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി ആവട്ടെ നിങ്ങളുടെ ഓരോ ചലനവും, ഓരോ കർമ്മവും, ഓരോ ചിന്തയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് തോന്നുകയാണെങ്കിൽ മാത്രം മതി. ഇതുപോലത്തെ പല പല ടോപ്പിക്കും ഞാൻ ഇനി വരുന്ന എൻ്റെ ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇത്രയും സമയം നിങ്ങൾ എന്നോട് ഷെയർ ചെയ്തതിൽ വളരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സുഖവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.